എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ HSKP വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വഴിയും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കോഴ്സ്, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്കുള്ള ട്രാൻസ്ഫർ എന്നിങ്ങനെ, അതായത് മറ്റൊരു ജില്ലയിലേക്കുള്ള മറ്റൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ഈ ഒരു ട്രാൻസ്ഫറുമായി നിങ്ങൾക്ക് സ്കൂൾ മാറാനും അതുപോലെ കോഴ്സ് മാറാനും ജില്ല മാറാനും സാധിക്കുന്നതാണ്. കോഴ്സ് മാറ്റം മാത്രം വേണ്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ട്രാൻസ്ഫർ വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് HSKP വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക്, അതായത് ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അങ്ങനെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള HSKP വെബ്സൈറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം ആ ഒരു സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് പലർക്കുമുള്ള സംശയമായിരിക്കും, മെറിറ്റ് കോട്ട എന്താണ്, സ്പോർട്സ് കോട്ട എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴിയും കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴിയും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് ഇതുവരെ ഈ ഒരു നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ മുൻപ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ ട്രാൻസ്ഫർ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് HSKPയിലൂടെ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രാൻസ്ഫർ ഈ ഒരു ലാസ്റ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുക. അതായത് ഇതുവരെ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ ഏതൊരു ഓപ്ഷൻ കിട്ടിയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാം. അതായത് HSKP വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളത് തന്നെയല്ലേ എന്നുള്ളത് ആദ്യം ഉറപ്പാക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒക്കെ സെറ്റായിട്ട് വരികയായിരുന്നു, അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ആ ഒരു കോഴ്സൊക്കെ പഠിച്ച് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ വഴി ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേക്കൻസി ഉള്ളിടത്തും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കോഡ് ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കോഴ്സ് കോഡോ അല്ലെങ്കിൽ സ്കൂളോ നൽകുന്ന സമയത്ത് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോഴ്സും സ്കൂളും ഒക്കെ നൽകുന്ന സമയത്ത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. വേക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് HSKP വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ അപ്ലൈ ഫോർ കോമ്പിനേഷൻ അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാനുള്ള ഭാഗം ഉണ്ടാവും. അതായത് നിങ്ങളുടെ പേര് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ +1 ആപ്ലിക്കേഷൻ നമ്പർ, SSLC രജിസ്റ്റർ നമ്പർ, നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം കോഴ്സ് ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏത് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടുത്ത പേജിലല്ല ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ, ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ നൽകാനുള്ള ഭാഗം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത്, അവിടെ ലാസ്റ്റ് എന്നാണ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് നൽകാനുണ്ടാവും. അത് നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വേണമെങ്കിൽ ഓപ്ഷൻ നൽകാം. കാരണം പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് അതുവഴി വേക്കൻസി വരികയാണെങ്കിൽ അതിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിലെ കോഴ്സ് വരും. അത് നിങ്ങൾ കറക്റ്റായി സെലക്ട് ചെയ്യുക.
അതിനുശേഷം ആഡ് അതുപോലെ തന്നെ ക്യാൻസൽ അല്ലെങ്കിൽ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു രീതിയിൽ അടുത്തതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് കൂടി ഓപ്ഷൻ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അത് താഴെയായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം നൽകുന്ന ആ ഒരു സ്കൂളും കോഴ്സും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ ആയിരിക്കണം. കാരണം ഈ ഒരു നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂൾ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മാറ്റവും വരുത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും അതുപോലെ തന്നെ ജില്ല മാറേണ്ടവർക്ക് ജില്ലയും നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമെന്ന് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സീറ്റ് പോവുകയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. അതേസമയം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പുതുതായിട്ട് എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കും എന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും മാത്രമേ വെക്കാവൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ സ്കൂൾ കോഡ് ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്തതായിട്ട് വേണമെങ്കിൽ അടുത്ത സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു, ഏതാണ് ഓപ്ഷൻ ഉള്ളത് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു, അവിടുത്തെ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഓപ്ഷനും ലിസ്റ്റഡ് ആയിട്ട് വന്ന ശേഷം അടിയിലായിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതായത് ഒരു ടിക്ക് ചെയ്യാനുള്ളത്. അത് ടിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസും അതുപോലെ സ്കൂളും ഒക്കെ കറക്റ്റ് അല്ലേ, അതിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാമത്തേത് രണ്ടാമതോ മറ്റൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളും അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴ്സും ഒന്നും മാറിയിട്ടില്ലല്ലോ എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ട്രാൻസ്ഫർ കിട്ടിയാൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു തവണ ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഒഴിവാക്കി വീണ്ടും എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഓരോ ഓപ്ഷൻ്റെ നേരെയും ഒരു ഡിലീറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തെ ഒരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നതാണ്. വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു നേരത്തെയുള്ള ആ ഒരു ഓപ്ഷൻ നൽകാനുള്ള പേജിൽ ആ ഓപ്ഷൻ നൽകാനുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് സ്കൂളിൻ്റെ കോഡ് കോഴ്സ് ഏതാണ് അതുപോലെ അതിനുശേഷം ആഡിൽ ക്ലിക്ക് ചെയ്ത് അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ അത് ഒരു പച്ച കളറിലാണ് കാണാൻ പറ്റുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. കാരണം ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളെയും ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ആവാത്തത് കൊണ്ട് അവരെ ട്രാൻസ്ഫറിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഫസ്റ്റ് ട്രാൻസ്ഫർ സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ട്രാൻസ്ഫർ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണി വരെ അല്ലെങ്കിൽ 12 മണി വരെയൊക്കെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയം ലഭിക്കുക. അത് എങ്ങനെയാണെന്നുള്ള സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.